ആറന്മുളയിൽ വീണ ജോർജിന് എത്ര വോട്ട് കിട്ടും? കേരള രാഷ്ട്രീയത്തിൽ കരുത്തുറ്റ സാന്നിധ്യമായിരുന്ന കെ ശൈലജ ടീച്ചർക്ക് ശേഷം ആരോഗ്യ വകുപ്പിന്റെ ചെങ്കോൽ കൈമാറി കിട്ടുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു വീണ ജോർജ് എന്ന മാധ്യമ പ്രവർത്തകയിൽ നിന്നും രാഷ്ട്രീയ നേതാവിലേക്ക് വളർന്ന വ്യക്തിത്വത്തിന്മേൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഭരണ മികവിനേക്കാൾ ഭരണ പരാജയങ്ങളുടെ വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ടാണ് ഇത്തവണ ആറന്മുളയുടെ മണ്ണിലേക്ക് അല്പം മങ്ങിയ ചിരിയുമായി വീണ ജോർജ് വോട്ട് തേടിയെത്തുന്നത്. മറ്റു മന്ത്രിമാർ തട്ടിയും മുട്ടിയും തങ്ങളുടെ ഭരണകാലാവധി പൂർത്തിയാക്കിയപ്പോൾ ഓരോ ചുവടിലും അടിപതറിപ്പോയ ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായയായിട്ടാണ് കഴിഞ്ഞ 5 വർഷം അവർക്കുണ്ടായത്. മറ്റു മന്ത്രിമാർ തട്ടിയും മുട്ടിയും തങ്ങളുടെ ഭരണകാലാവധി പൂർത്തിയാക്കിയപ്പോൾ ഓരോ ചുവടിലും അടിപതറിപ്പോയ ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായയാണ് കഴിഞ്ഞ 5 വർഷം അവർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. സ്വന്തം പാർട്ടി പോലും ഒരു ഘട്ടത്തിൽ മാറ്റി നിർത്താൻ ആലോചിച്ച മണ്ഡലത്തിൽ വീഴ്ചകളുടെ കറ പുരണ്ട റിപ്പോർട്ട് കാർഡുമായിട്ട് അവർ നിൽക്കുമ്പോൾ ആറന്മുളയുടെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ടായിരിക്കും ചായുക? നമുക്ക് പരിശോധിച്ചു നോക്കാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് വീണ്ടും ആറന്മുളയിൽ ജനവിധി തേടുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവർ ധാരാളം. പത്തനംതിട്ടയുടെ ഹൃദയഭാഗമായ ആറന്മുളയിൽ ഹാട്രിക് വിജയത്തിനായി അവർ ഇറങ്ങുമ്പോൾ പഴയതുപോലെയല്ല ഇത്തവണത്തെ സാഹചര്യങ്ങൾ എന്നത് ജനങ്ങൾക്കും വീണ ജോർജിനും കൃത്യമായിട്ട് അറിയാം. 3ാം തവണയും ഭരണം പിടിക്കാനിറങ്ങുന്ന പിണറായി വിജയനും സംഘത്തിനുമൊപ്പം കഴിഞ്ഞ 5 വർഷം ആരോഗ്യമന്ത്രിയായി ചുമതല നിർവഹിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് വീണ ജോർജും ആറന്മുളയിലേക്ക് എത്തുന്നത്. എന്നാൽ ഭരണ മികവിനേക്കാൾ കൂടുതൽ ഭരണ പരാജയങ്ങളുടെയും വിവാദങ്ങളുടെയും തീച്ചൂളയിൽ നിന്നാണ് വീണ ജോർജ് ഇത്തവണ ജനവിധിക്ക് കാത്തിരിക്കുന്നതും. വീണ ജോർജിന് എത്ര വോട്ട് കിട്ടും? വിവാദങ്ങളിൽപ്പെട്ട വീണ ജോർജിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അടുത്തിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ KSU പ്രതിഷേധവും തുടർന്നുണ്ടായ അവരുടെ ആശുപത്രിവാസവും കേരളത്തിൽ വലിയ പരിഹാസങ്ങൾക്കും വലിയ ചർച്ചകൾക്കും വഴി തുറന്ന സംഭവങ്ങൾ തന്നെയാണ്. ഫെബ്രുവരി അവസാന വാരം നടന്ന ഈ സംഭവത്തിൽ തനിക്ക് കഴുത്തിനും കൈക്കും പരിക്കേറ്റു എന്ന് ആരോപിച്ച് മന്ത്രി ആശുപത്രിയിൽ പ്രവേശിച്ചത് പ്രതിപക്ഷവും ഒരു വിഭാഗം ജനങ്ങളും കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് സുരക്ഷാ വലയത്തെ ഭേദിച്ച് എങ്ങനെ ഒരു ആക്രമണം നടന്നുവെന്നും ലഭ്യമായ ദൃശ്യങ്ങളിൽ അത്തരമൊരു ശാരീരിക ഉപദ്രവം കാണാനില്ലെന്നും ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നഴ്സുമാർക്കൊപ്പം ചിരിച്ചുകൊണ്ട് സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത ഫോട്ടോ പുറത്തു വന്നത് മന്ത്രിയുടെ പരിക്കിന്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, നിരവധി രാഷ്ട്രീയ കോളിളക്കങ്ങളും വീണ ജോർജ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിലെ നിയമനക്കോഴ വിവാദമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ ഭരണപക്ഷത്തിന് വലിയ പ്രതിരോധമാണ് തീർക്കേണ്ടി വന്നത്. കുവൈറ്റ് തീപിടുത്ത ദുരന്ത സമയത്ത് കേന്ദ്ര സർക്കാർ യാത്ര നിഷേധിച്ചത് സംബന്ധിച്ച വിവാദവും തുടർന്ന് പത്തനംതിട്ടയിലെ CPM-ലെ വിഭാഗീയതയിൽ വീണ ജോർജിന്റെ പേര് ഉയർന്നു വന്നതും രാഷ്ട്രീയമായി അവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ വകുപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ഭിന്നതകളും സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങളും വീണ ജോർജിന് നിരന്തരം വാർത്തകളിൽ നിലനിർത്തി. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിൽ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുമ്പോഴും സംസ്ഥാനത്തൊട്ടാകെ സംഭവിച്ച ഗുരുതരമായ പിഴവുകൾ പ്രതിപക്ഷം വീണയ്ക്കെതിരെയുള്ള പ്രധാന ആയുധം തന്നെയാക്കും. പിഴവുകൾ ചെറുതൊന്നുമല്ല എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആരോഗ്യ വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങൾ എഴുതി ചേർക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് വീണ ജോർജ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ തിളക്കമുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആറന്മുളയിൽ വോട്ട് തേടാൻ ഒരുങ്ങുന്ന മന്ത്രിക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ചികിത്സാ പിഴവുകൾ വലിയൊരു രാഷ്ട്രീയ ബാധ്യതയായി മാറിയിരിക്കുന്നു. സാധാരണക്കാരന്റെ അവസാനത്തെ ആശ്രയമായ സർക്കാർ മെഡിക്കൽ കോളേജുകളും താലൂക്ക് ആശുപത്രികളും മരണക്കെണികളായി മാറുന്നു എന്ന പൊതുജനാരോപണം മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും വലിയ ചർച്ചയാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച് 5 വർഷത്തോളം ആ വേദനയുമായി ജീവിക്കേണ്ടി വന്ന ഹർഷീനയുടെ അനുഭവം കേരളം ഇതുവരെ മറന്നിട്ടില്ല. നീതിക്കായി ആ യുവതിക്ക് മാസങ്ങളോളം തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നതും മന്ത്രിയുടെ ഉറപ്പുകൾ വെറും പാഴ്വാക്കുകളായി മാറിയതും ഭരണകൂടത്തിന്റെ നിസ്സംഗതയ്ക്കുള്ള തെളിവായിട്ട് പ്രതിപക്ഷം ഉയർത്തി കാണിക്കും. ഇതിനു പുറമെയാണ് കോട്ടയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞ സംഭവം. നിർമ്മാണത്തിലെ അഴിമതിയും മേൽനോട്ടത്തിലെ പാളിച്ചയുമാണ് ഈ ദുരന്തത്തിന് കാരണമെന്നിരിക്കെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിന് കൈ കഴുകാനാകില്ല.
മറ്റൊരു ക്രൂരമായ സംഭവം നയിച്ചത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന അവസ്ഥയിലേക്കാണ്. സാധാരണ ഒരു ചികിത്സയ്ക്കായി എത്തിയ കുഞ്ഞിന് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ മൂലം ജീവിതകാലം മുഴുവൻ വൈകല്യം പേറേണ്ടി വന്നത് വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. കാലിന്റെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയ രോഗിക്ക് കാഴ്ച നഷ്ടപ്പെട്ട സംഭവം ആരോഗ്യ വകുപ്പിന്റെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിൽ മാറി നടത്തുന്ന ശസ്ത്രക്രിയകളും മരുന്നിന്റെ അഭാവം മൂലം പേവിഷബാധയേറ്റ മരണങ്ങളും വീണ ജോർജിന്റെ ഭരണകാലത്തെ സ്ഥിരം വാർത്തകളായി മാറി. ആറന്മുള മണ്ഡലത്തിൽ ഈ വിഷയങ്ങൾ ഓരോന്നും സജീവമായി ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സ്വന്തം MLA ഭരിക്കുന്ന വകുപ്പിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന വികാരം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുന്നുവെന്ന കാര്യവും ഉറപ്പാണ്. KSU ആക്രമണത്തെ തുടർന്ന് മന്ത്രി ഐസിയുവിൽ പ്രവേശിച്ച നാടകം പരിഹാസ്യമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ദുരിതമനുഭവിക്കുന്ന രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ശാപം വോട്ടായി മാറുമോ എന്ന ഭീതിയിലാണ് ഇടതുപക്ഷം. വികസന തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ മരണങ്ങളുടെയും ചികിത്സാ പിഴവുകളുടെയും കണക്ക് പുസ്തകം തുറന്നുവെച്ച് പ്രതിപക്ഷം വോട്ടു തേടുന്നത് വീണ ജോർജിന് കനത്ത വെല്ലുവിളി തന്നെ സൃഷ്ടിക്കും. ആറന്മുള മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം MLA സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അഭിമാനത്തിന് വക നൽകുന്നതിനേക്കാൾ വിവാദങ്ങൾ മൂലം പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് അവർ കണ്ടിട്ടുള്ളത്. KSU ആക്രമണത്തിന് പിന്നാലെ മന്ത്രി ഐസിയുവിൽ പ്രവേശിച്ചത് പരിഹാസ്യമായി മാറിയതും ഇതിനോട് ചേർത്ത് വായിക്കാം. ചികിത്സാ പിഴവുകൾ മൂലം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരുടെ വൈകാരികമായ പ്രതിഷേധം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയാണ് എങ്കിൽ അത് മണ്ഡലത്തിലെ കടുത്ത പോരാട്ടത്തിൽ വീണ ജോർജിന്റെ ഭൂരിപക്ഷത്തെ സാരമായി തന്നെ ബാധിച്ചു തുടങ്ങും. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം ഈ മെഡിക്കൽ അനാസ്ഥകൾ ഓരോന്ന് എണ്ണി പറയുമ്പോൾ വികസന മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം അതിനെ പ്രതിരോധിക്കുക എന്നത് വീണയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. ആറന്മുളയുടെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നതിൽ ഈ ഭരണപരാജയങ്ങൾ ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് ചുരുക്കം. ഈ ഗോളിളക്കങ്ങൾ ആറന്മുളയിലെ വോട്ടർമാർക്കിടയിൽ എന്ത് തരത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നത് ഏറെ നിർണായകമാണ്. വീണ ജോർജിന്റെ വിജയ സാധ്യതയെ വിശകലനം ചെയ്യുമ്പോൾ അനുകൂലമായും പ്രതികൂലമായും നിരവധി ഘടകങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അനുകൂല ഘടകങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. മണ്ഡലത്തിൽ അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവള വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ പരിസ്ഥിതി സൗഹൃദ നിലപാടുകളും അടിസ്ഥാന സൗകര്യ വികസനവും അവർ ഉയർത്തി കാണിക്കും. സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനവും ശക്തമായ സംഘടനാ സംവിധാനവും അവർക്ക് കരുത്തു പകരുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് പ്രതികൂല ഘടകങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ 2 തവണ തുടർച്ചയായി MLA ആയതിനാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭരണവിരുദ്ധ വികാരം പ്രധാന വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല, കേരളത്തിൽ പൊതുവെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. കൂടാതെ സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ ആറന്മുളയിൽ വിവിധ സഭകളുമായും സമുദായ സംഘടനകളുമായും അവർക്കുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വിള്ളലുകൾ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ UDFും BJPയും വലിയ തോതിൽ, അതായത് വലിയ രീതിയിൽ ആയുധമാക്കുകയാണ് എന്ന കാര്യവും നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJPക്ക് ശക്തമായ വോട്ട് വിഹിതമുള്ള ഇവിടം UDF ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വോട്ടുകൾ വിഭജിക്കപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വീണ ജോർജിന് ലഭിച്ച ഭൂരിപക്ഷം കുറയാൻ ഈ സാഹചര്യം കാരണമായേക്കും. പത്തനംതിട്ടയിലെ CPMനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വീണയുടെ പ്രചാരണത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ വീണ ജോർജ് ആറന്മുളയിൽ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അതൊരു കടുത്ത പോരാട്ടം തന്നെയായിരിക്കും. വിവാദങ്ങളുടെ കറ കഴുകിക്കളയാനും വികസന നേട്ടങ്ങൾ വോട്ടായി മാറ്റാനും അവർക്ക് സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആറന്മുളയിലെ രാഷ്ട്രീയ ഭാവി എന്നാണ് വിലയിരുത്തലുകൾ. അപ്പോൾ ആറന്മുളയിൽ വീണ ജോർജിന് വീണ്ടും അവസരം കിട്ടുമോ എന്ന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.